ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. വേറെ അറിയല്ല, എൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ പണ്ട് കുറേ ടിക്ടോക്കും റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പണ്ടത്തെയൊക്കെ ഞാൻ ചുമ്മാ ഈ ഇടയ്ക്ക് ഗാലറിയിൽ നോക്കിയപ്പോൾ പണ്ടത്തെ കുറേ വീഡിയോസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നോക്കിയപ്പോൾ ഞാൻ തന്നെ ഇതെന്ത് തോന്നുന്നു ഞാൻ തന്നെ വിചാരിച്ചു. അപ്പം എന്തുകൊണ്ട് എനിക്ക് തന്നെ റിയാക്ട് ചെയ്തുകൂടാന്ന് ഞാൻ വിചാരിച്ചു. ആരും എനിക്ക് റിയാക്ട് ചെയ്യാനില്ല, ആരും എൻ്റെ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ റിയാക്ട് ചെയ്യാന്ന്. എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിയാക്ഷൻ വീഡിയോസ് ഞാൻ ഒത്തിരി കാണാറുണ്ട്. മറ്റേ അർജുൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരുടെ വീഡിയോസൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ആരും എന്നെ റിയാക്ട് ചെയ്യുന്നില്ല? ഫേമസ് അല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി ആരും എന്നെ റിയാക്ട് ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ റിയാക്ട് ചെയ്യാം, എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതിനൊരു ചമ്മലും ഇതൊന്നുമില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം ഗൈസ്. അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതിൽ എൻ്റെ കുറേ പണ്ടത്തെ വീഡിയോസ് കിടപ്പുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ കസിൻസിൻ്റെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓരോന്ന് റിയാക്ട് ചെയ്യാൻ പോകട്ടോ. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ. ടെൻഷനോ, നമുക്ക് ഫസ്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം കേട്ടോ. ഓണാക്കട്ടെ, മറന്നുപോയി, എനിക്ക് ടെൻഷനാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ റെഡി ആയിട്ടുണ്ട്, കാണാം. എൻ്റെ തന്നെ വീഡിയോ കേട്ടോ. ഈ ഉള്ളിലാണ് എനിക്ക് തന്ന ഇയാളെന്തെയും ഫസ്റ്റ് വീഡിയോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണട്ടെ കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ, അന്നൊക്കെ കണ്ണാപ്പി തരത്തിന്റെ വളർന്നില്ല. എന്നാലും അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറയാം ഇങ്ങനത്തെ വീഡിയോസ് ആണ് ശരിക്കും ഭയങ്കര കരയണം. എനിക്ക് കൂടുതലും കരയണ റീൽസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഓർക്കുന്നുണ്ട്, വിക്സ് ഒക്കെ കണ്ണിന് ഇവിടെ അവിടെയൊക്കെ തേച്ച് വെച്ചിട്ട് വിക്സ് തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കരയില്ലോ. വിക്സ് തേച്ചിട്ടുള്ള ഇത് പരിപാടിയായിരുന്നു. ഇതൊക്കെ കൊള്ളായിരുന്നു അന്നത്തെ. ശരിക്കും പറയാം, ഇതിന് വിക്സിനാണ് ഒരു സല്യൂട്ട് കൊടുക്കണ്ടേ. കൊള്ളായിരുന്നു. ഓക്കെ, അധികം സങ്കടപ്പെടുത്താതെ അടുത്ത വീഡിയോ ആയിട്ട് പോകും നമുക്ക്. ഓക്കെ മതി. ആൾക്കാരൊക്കെ ഗേൾസ് പല്ലില് കമ്പി ഇട്ട് ചിരിക്കുന്ന കാണാൻ നല്ല രസമല്ലേ? എന്നോട് ആര് പറഞ്ഞിട്ടുണ്ട്? അയാളൊന്ന് കമന്റ് ചെയ്യാ. അതൊക്കെ പോട്ടെ. ശരിക്കും സുന്ദരി, എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയല്ല, കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പോകാം. വെക്കം കുറെ വീഡിയോസ് ഉണ്ട്. തീർന്നു പോയപ്പോഴൊന്ന് ക്ഷണം അങ്ങനെയാണ്. തീർന്നു. പക്ഷെ കൊള്ളായിരുന്നു, വീഡിയോ സെറ്റായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എന്താ പറയാ, ഒന്ന് വൈബാക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിൽ മറ്റേ LED ലൈറ്റ്, മറ്റേ LED ലൈറ്റാണോ പിന്നെ പറയണേ, കളർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മറ്റേ സംഭവം കളർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വൈബ് ചെയ്യണ പരിപാടി കേട്ടത്. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇത് തന്നെയാണ്. ഫോർത്ത് ഇയർ ആയതുകൊണ്ട് പിന്നെ ഈ പണിക്ക് ഞങ്ങൾ നിൽക്കാറില്ല. ഇത് വേണ്ട ഒട്ടും വേണ്ട ഒറ്റോടാ. ഇത് മതി. ഗൈസ്, എൻ്റെ ഡോറച്ചി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പറയുന്നത്. ഇവിടെ ഫോണില്ലേ? എൻ്റെ ഡോറച്ചി
അയ്യോടാ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ശരിക്കും മിസ്. ഗൈസ് ഡോറച്ചിയുടെ കയ്യില് മറ്റേ തേങ്ങയാട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ പട്ടികൾക്ക് തേങ്ങ കൊടുത്ത് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ തല ഉരുണ്ട് മാതിരി വരും, അങ്ങനത്തെ നല്ല തലയ്ക്ക് നല്ല ഷേപ്പ് കിട്ടുമെന്നാണ് അത്യാവശ്യം പൂർവികർ പറയുന്നത്. അതുകൊണ്ട് തേങ്ങ അപ്പൊ എന്റെ വീട്ടിലൊക്കെ തേങ്ങ പൊതിക്കണേക്കാൾ മുമ്പ് ഡോറയ്ക്ക് കൊടുക്കും. വീട്ടിൽ തേങ്ങ മേടിച്ച് അപ്പൊ തന്നെ ഡോറയ്ക്ക് കൊടുക്കും. ഡോറ എന്നിട്ട് അത് ഷേപ്പ് ആക്കും. അതാണ് സംഭവം. ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാട്ടോ, അത് ഇവരുടെ എന്തുവാ തല നല്ല ഷേപ്പായിട്ട് വരും, അങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് വരും, അങ്ങനെ എന്തോ ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ ബിഹൈൻഡില് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇതാണ് ശരിക്കും സംഭവം. നെക്സ്റ്റ് വീഡിയോ ഞങ്ങളുടെ ക്ലാസ്സിന്റെ എല്ലാവരുടെയും സ്മൈൽ പ്ലീസ് വീഡിയോ ആണ്. നമുക്ക് കണ്ടുകൊടുക്കുക. അൻസയുടെ ചിരി ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. അൻസയുടെ ചിരിയാണ് എന്റെ ചിരി. ചിരിയുടെ ക്യൂൻ എന്ന് പറയാലോ. ചിരിയുടെ ക്യൂന് നമ്മളെയൊക്കെ വെട്ടിക്കുമെന്ന് തോന്നുന്നു. ചേച്ചി ഇത് പൂച്ചി പാവോടാ അച്ചോടാ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഗൈസ് ഏതെടുക്കും എല്ലാം കൺഫ്യൂഷനാ. ഓക്കെ. ഇനി അടുത്ത് കുറച്ച് ലേശം ഡാൻസ് ആയാലോ? ബാബാ കസൂരൊക്കെ മാറ്റുന്നത്. ഓക്കെ, നമുക്ക് വെക്കാം. ഇതൊന്നും ഓണാക്കില്ലേ? ചതിക്കുന്നു. പണ്ടത്തെ പോലെ എനർജി നോക്കാൻ പറ്റുള്ള വയസ്സായി തോന്നുന്നു. അടുത്ത ഡാൻസ് ഓക്കെ. ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. 2-3 പ്രാവശ്യം ഡാൻസ് കളിച്ചപ്പോഴേക്കും ക്ഷീണിച്ചു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. നമുക്ക് അധികം ലാഗ് അടിക്കണ്ട. ഗൈസ്, മെയിനായിട്ട് എൻ്റെ +1 ജീവിതത്തിൽ മെയിനായിട്ട് മുട്ട പപ്സും നാരങ്ങാളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. മെയിൻ അതാണ്. ഓക്കെ.
എന്താ പറയുക, +2 ഞങ്ങൾക്ക് കൊറോണയായിരുന്നു. പക്ഷെ +1 ലൈഫ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഞാനിപ്പോൾ ആരെങ്കിലും എന്നോട് 1 തൊട്ട് 10 വരെയാണ് ഇഷ്ടം, +1 +2 ആണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഒരു ഡൗട്ടില്ല. +1 +2 ലൈഫ് അടിപൊളിയായിരുന്നു. +2 കൊറോണ മുക്കി, അത് മാത്രം ഒരു സങ്കടം ഉണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ ഞാനാക്കിയത് എൻ്റെ +1 ലൈഫാണ്. ഞാൻ ശരിക്കും മിസ് ചെയ്യാണ്ട് കേട്ടോ. അവിടെ വടവോട് സ്കൂളിൽ, ഞാൻ വടവോട്ടിലാണ് പഠിച്ചത്. അപ്പം ശരിക്കും മിസ് ചെയ്യാണ്ട്. അധികം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടു. ഓക്കെ പോണ്ടേ? ഇത് ഫസ്റ്റ് ഇയറിൽ ഇവിടെ വെച്ച് ഗോദാവരി ഹോസ്റ്റലിൽ വെച്ച് ഫസ്റ്റ് ഇയറിൽ എടുത്തതാണ്. അയ്യോ, അന്നൊക്കെ തുടക്കം വന്നോളായിരുന്നു. ഞങ്ങളുടെ കോളേജ് ടൈമില് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ തുടക്കം വന്നോളായിരുന്നു. അടിപൊളിയായിരുന്നു അന്നൊക്കെ ഫുൾ ടൈം റീൽസ് ആയിരുന്നു. ഇപ്പോഴാണ് ഉമ്മിക്ക് അങ്ങനെ റീൽസ് ഒന്നും ചെയ്യാത്തത്. അന്നൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഡാൻസ് ആയാലും ഇങ്ങനത്തെ റീൽസ് ആയാലും എല്ലാവരും അതെ ഇങ്ങനെ ശനി ഞായറൊക്കെ ലീവല്ലേ, അപ്പൊ അന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെറിയ ചെറിയ കുസൃതി പരിപാടികളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു അന്നൊക്കെ. എന്താ പറയാ, ഇങ്ങനെ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ കുറെ ഓർമ്മകൾ വരുന്നതല്ലേ. അന്ന് എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി തേപ്പൊട്ടി വെച്ച് ഇങ്ങനെ സൂട്ടായിരുന്നു. അടുത്ത വീഡിയോ ചൂടെടുക്കുന്നു. എന്റെ ഹന്നാമോള്, ബേസിലേട്ടായി, ജോയിലേട്ടായി, ഇത് ഞാന്, എന്റെ ഷീജി ആന്റി. ഗൈസ് ഇവിടെ ഇന്നത്തെ ഒരാളുടെ കുറവും കൂടി ഉണ്ട്, ആൻസിയുടെ കുറവും കൂടി ഉണ്ട്. അവള് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയേക്കോറ്. ഞങ്ങളപ്പോ ലീവിന് ഞങ്ങൾ വന്നപ്പോ പോയപ്പോ എടുത്തൊരു ഫോട്ടോയാണിത്. ബീച്ചിൽ പോയപ്പോ എടുത്താണ്. ഇവിടെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം എന്നാ, ഇന്നത്തെ അവളും കൂടി നാൻസി കൂടി ഉണ്ടായിരുന്നു അടിപൊളിയായനെ. ഗൈസ് ഞങ്ങളെല്ലാരും വേറെ വേറെ വഴിക്കായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഹന്നയാണെങ്കിൽ നീറ്റ് എൻട്രൻസ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൻസി എന്ന് പറഞ്ഞ വേറൊരു കൊച്ചുണ്ട്, അവള് ബാംഗ്ലൂരിൽ നേഴ്സിംഗ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടായിമാരൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ചേട്ടായിമാര് തമ്മിൽ അത്യാവശ്യം കോണ്ടാക്റ്റും കാര്യങ്ങളും മിണ്ടലും കാര്യങ്ങളും കാണലും മന്തി കഴിക്കാൻ പോലും എല്ലാം ഉണ്ട്. ഞങ്ങളെ മാത്രം കൂട്ടത്തില്ല. അവനിത് കണ്ടു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊരു ഉറപ്പായോ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാനിപ്പോ ഈ വർഷം ഇറങ്ങുവാണെങ്കിലും ആൻസി അടുത്ത വർഷം ഇറങ്ങത്തുള്ളൂ. അവിടെ നിന്ന് അവള് 3rd year ആയുള്ളൂ. പിന്നെ ഹന്ന ഇനി എന്ന് പഠിച്ചിരുന്നു എനിക്കേ അറിയത്തില്ല. കാരണം അവള് ഇനി 5 വർഷം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ MBBS പഠിക്കാൻ പോണം 5 വർഷത്തേക്ക്. പിന്നെയും നീറ്റ് എഴുതിയിട്ട് PG ചെയ്യാൻ പോണം. എനിക്ക് തോന്നുന്നു അവളെ ഇനി ഈ ഇടയ്ക്കെല്ലാം കാണുമെന്ന്. ഞാൻ എത്ര കാലം ഇവരെ കണ്ടിട്ട്. പക്ഷെ അടിപൊളിയാട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ചേട്ടായിമാരായാലും എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഇപ്പൊ എവിടെയാണ് ചേട്ടായി ജോലിയുടെ നമുക്ക് ഇവിടെ പോയാലോ എന്ന് പറയുമ്പോൾ ചേട്ടായി അപ്പൊ തന്നെ കൊണ്ടുപോകും. അതാണ് ചേട്ടായി. ഇങ്ങനത്തെ ചേട്ടായിന് കിട്ടാൻ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനത്തെ ചേട്ടായിനെ? പറ. അയ്യോ, ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ലീവിനൊക്കെ നാട്ടിൽ ചെല്ലുമ്പോഴേക്കും ചേട്ടായിനെ വിളിച്ചിട്ട്, ചേട്ടായി ജോലാട്ടായി ഒന്ന് നമുക്ക് എവിടെയെങ്കിലും പോയാലോ. അപ്പൊ ചേട്ടായി പറയും, ആൻസിയുടെ ഹന്നയുടെ ഒക്കെ ചോദിച്ചിട്ട് എവിടെ ഡേറ്റ് പറ, ഞാൻ എപ്പോഴും റെഡി, നീ വിളിച്ചേച്ചാൽ മതി, ഞാൻ റെഡി എന്ന് പറയും. അപ്പൊ ഓക്കെ നമുക്ക് ഇവിടെ പോകും ചേട്ടായി, അവിടെ പോകും, ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുപോയി നമുക്ക് സിനിമ കാണാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ചേട്ടായി ഓക്കെയാണ്. ചേട്ടായിനെ പോലെ ചേട്ടായി അത്യാവശ്യം നല്ല വൈബാട്ടോ. കാരണം എവിടെ പോണേലും ഞാൻ റെഡി, അല്ലാതെ തടസ്സമൊന്നും പറയത്തില്ല. ചേട്ടായി അങ്ങനത്തെ ഒരു വൈബുള്ള ചേട്ടായാണ്. ബേസിലായിട്ട് അതെ, എല്ലാവരും അതെ. പിന്നെ ഞങ്ങൾ മൂന്നേരം, ഞങ്ങൾക്ക് മൂന്നേരം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ റീൽ എടുക്കലും കാര്യങ്ങളും അതിന് കൂടുതലും ഞാനാണ്. ചേട്ടായിമാരെല്ലാം സപ്പോർട്ട് ചെയ്യും. ചേട്ടായിമാര് വീഡിയോസ് എടുത്തു തരും. അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും 5 പേര് കൂടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ വേറെ ചേട്ടായിമാരും ഉണ്ട്. മനിച്ചേട്ടായി, സോൺ ചേട്ടായി, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച കൊച്ചുങ്ങളൊക്കെ ആയി. ഞങ്ങൾ ഇത്രയും പേരും ബാച്ചിലറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് പോകാം.
ബാക്കി ഇതിന്റെ ഇവരെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഒരു ദിവസം ഞാൻ ഇവരെ എൻ്റെ വ്ളോഗിൽ കൊണ്ടുവരാം, എല്ലാവരെയും കൊണ്ടുവരാം. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇതാട്ടെ ഞാൻ പറഞ്ഞ എന്റെ ചേട്ടായി ചേട്ടായി എന്ന് വെച്ചാൽ മനുച്ചേട്ടായി ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിച്ച കുഞ്ഞാവയായിരുന്നു. ഇത് മനുച്ചേട്ടായി ഇത് അനുചേച്ചിയാണ്. അപ്പൊ ഇവരുടെ കല്യാണത്തിന് എൻഗേജ്മെന്റ് എനിക്ക് കൂടാൻ പറ്റിയില്ല, പക്ഷെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നു. കല്യാണത്തിന് കല്യാണത്തിന് എന്നെ കൊണ്ടാണ് ആങ്കർ. അത് ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, ഞാനായിരിക്കും ചേട്ടയുടെ കല്യാണം, ഞാനാണ് ആങ്കറിങ്ങും ഡാൻസിങ്ങും ഒക്കെ ഞാനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഓക്കെ സെറ്റ്, നീ അല്ലാതെ നിന്നെ ആരാടി മുത്തേർക്ക് പറഞ്ഞ. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ കോളാക്കി കൊടുത്തു ഗൈസ്. എന്നാന്ന് പറഞ്ഞ ബാക്കിയൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ചേച്ചിയുടെ പേര് പോലും ഞാൻ മറന്നുമില്ല, പക്ഷെ എന്റെ സ്വന്തം ചേട്ടായുടെ പേരിന്റെ ഇത് ഞാൻ മറന്നു മുട്ടുമായിരുന്നു. എന്നിട്ട് അപ്പൊ അച്ഛന്മാരൊക്കെ കുഴപ്പമില്ല സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. സ്വന്തം ചേട്ടായുടെ പേര് മറന്നു, ഞാൻ ചേച്ചിയുടെ പേരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ മനുച്ചേട്ടായുടെ പേര് മറന്നു. അങ്ങനെയാണ് അതൊക്കെ ഒരു കാലഘട്ടം. ഇനി ആരുടെ കല്യാണമാണോ, ഇനി ബേസിലേട്ടയുടെ കല്യാണം. പക്ഷെ ബേസിലേട്ട പറഞ്ഞ എന്നെ കിടിച്ചു വിട്ടിട്ട് ഇനി പുള്ളി കേട്ടത്തോളൂ എന്നാ പറഞ്ഞേക്കണം. ഇനി ബേസിലേട്ടയുടെ കല്യാണം, ജോയിലേട്ടയുടെ കല്യാണം, അത് കഴിഞ്ഞ എൻ്റെ കല്യാണം, അത് കഴിഞ്ഞ ഡാൻസിയുടെ കല്യാണം, പിന്നെ ഹന്നയുടെ കല്യാണം. എല്ലാവരുടെ കല്യാണത്തിന് വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം എന്താ? ഈ ചില നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ തോന്നുന്നില്ലേ ചില രൂപവും. ഗൈസ്, ഇത് കുറിഞ്ഞിപ്പള്ളി ആട്ടോ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ചർച്ച്. അപ്പോൾ അന്ന് ഇത് സോൻചേട്ടയുടെ കല്യാണത്തിനായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പള്ളി ആയതുകൊണ്ട് ഞാൻ റീൽസ് അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് വലിയ റിയാക്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും ഒന്നുമില്ല. കിട്ടി, ഞാൻ നോക്കിയിരുന്നത് കിട്ടി, പക്ഷെ പ്ലേ ആവുന്നില്ല. പ്ലേ ആവുന്നില്ല. ഏത് നിങ്ങളുടെ ഭാഗ്യം. ഇത് കണ്ട, ഇത് മാരിമി റിയൽ ആയിരുന്നു, അത് പ്ലേ ആവുന്നില്ല. കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഗൈസ്, നേരത്തെ നിങ്ങൾ കണ്ടത് അമല മാത്യു ആട്ടോ ഗൈസ്. അപ്പോൾ അവളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചില സമയം അടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭയങ്കര മിണ്ടായിരുന്നിട്ട് സമയമൊക്കെ ഉണ്ട്. പക്ഷെ കാര്യം സാധിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ഇടയ്ക്ക് തോണ്ടുപോയി. പക്ഷെ എല്ലാ കാര്യവും കൂടെ നിൽക്കും കേട്ടോ. ഇങ്ങനെ റീൽസ് എടുക്കാനൊക്കെ എടി അമലെ എടുക്ക്, നമുക്ക് ഇത് റീൽസ് എടുക്കാന്ന് പറയുമ്പോൾ അവള് എടുക്കാം മാറി എന്ന് പറയാം. അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്നെടുത്താന്നറിയുക ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക.